മോന്താ ചുഴലിക്കാറ്റ് വരുന്നുണ്ട്, നീ ഒന്ന് പിടിച്ചിരുന്നോ എന്നൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് കിട്ടിയപ്പം എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ബോഡി ഷെയ്മിങ്. പറയുന്നവർക്ക് എത്ര വലിയ സുഖം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കേൾക്കുന്നവർക്ക് അത്ര വലിയ സുഖമൊന്നുമില്ല. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. കൊച്ചിലെ മുതൽ കേൾക്കണോണ്ട് തന്നെ ഇതൊരു വലിയ ക്രൈമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഓർമ്മ വെച്ച കാലം തൊട്ട് വെയിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവളാണ് ഞാൻ. പണ്ട് ചേട്ടൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, എടാ നീ തിന്നതിൻ്റെ ബാക്കിയെങ്കിലും അതിന് കൊടു, അത് ഇത്തിരി നന്നായിക്കോട്ടെ എന്ന്. അവനുള്ളതും കൂടെ അടിച്ചു മാറ്റി തിന്ന് വായും പൊത്തിയിരിക്കണം എന്നെയാണ് ഞാൻ ആലോചിച്ചു പോയത്. പക്ഷെ ഇപ്പം ഇത്തിരി ഭേദമുണ്ടല്ലേ. സാധാരണ കുടുംബത്തിലൊക്കെ ഒരു പെൺകുട്ടി വയസ്സറിയിക്കുമ്പോൾ നമ്മളെ വനിതാ സ്ത്രീകളൊക്കെ വളഞ്ഞിരുന്ന് കൊടുക്കണ ഉപദേശത്തുനിന്ന് ചാടരുത്, ഓടരുത്, റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അട്ടഹസിച്ച് ചിരിക്കരുത്, ഇമാതിരി ഉപദേശങ്ങളൊക്കെ അല്ലേ. എനിക്ക് വേറെ നേരെ തിരിച്ചായിരുന്നു. ഇതാണ് പറ്റിയ അവസരം, അതിനെ പിടിച്ചിരുത്തി കഴിപ്പിച്ചോ, വണ്ണം വയ്പ്പിച്ചോ, മുഖമൊക്കെ ഇരിക്കണ നോക്ക്, എല്ലുന്തി കവിളുത്തി. സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ ഈ അവസരം മുതലാക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. ഇത് ഈ ലോകത്ത് എനിക്ക് മാത്രമല്ല കേട്ടോ, മെലിഞ്ഞതും തടിച്ചതും കറുത്തതും വെളുപ്പ് കൂടിപ്പോയതും പൂച്ചക്കണ്ണും ചുരുള മുടിക്കാരും മൊട്ടകളും കഷണ്ടിക്കാരും എന്ന് വേണ്ട എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ് ഈ ബോഡി ഷേമിങ്. കൂടുതലായി കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തേക്കണം അല്ലേ. നമ്മൾ ഒന്ന് അങ്ങോട്ട് കുത്തുമ്പം രണ്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടാനും കൂടെ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അതല്ലേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അല്ലാതെ തിരിച്ചെനിക്ക് രണ്ടെണ്ണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂക്കും പിഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് പോണത് ശരിയാണോ വെച്ചി? ഞാൻ തന്നെ എൻ്റെ ഒരു സ്റ്റാൻഡപ്പിൽ ജഡ്ജസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാന ശ്രമം എന്നുള്ള മട്ടിൽ നമ്മളെ ജിമ്മന്മാർക്ക് കിട്ടുന്നു തോണ്ട്. പീസില്ലാതെ ബിരിയാണിക്ക് ഒരു വിലയില്ല എന്ന് പറയണ പോലെയാണ് എൻ്റെ ചേട്ടൻ ഉൾപ്പെടുന്ന ഈ ജിമ്മന്മാരുടെ കാര്യം. 25 മുട്ടേര വെള്ളം, ബദ, പിസ്ത, കാജു, മറ്റേ പ്രോട്ടീൻ പൗഡർ കൊണ്ട് കിണ്ടിയ ഉപ്പുമാവ്, ഇതെല്ലാം കൂടെ കയറ്റിയിട്ട് ഹൈഡ്രജൻ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ നടന്നൊരു വരക്കുണ്ട്. സത്യം പറഞ്ഞാൽ എതിരെ ഒരു പട്ടി വന്നാൽ ഇവന്മാർക്ക് കുനിഞ്ഞൊരു കല്ലെടുത്തെറിയാൻ പറ്റുമോ? എന്തിന് സ്വന്തം തുട തട്ടിയിട്ട് ഇവന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതിന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടി പൊങ്കാല. പിന്നെ മറ്റുള്ളവരെ പോലെ അവർ കുറച്ച് മാന്യത ഉള്ളവരായിരുന്നു കേട്ടോ. എൻ്റെ ഈ ബോഡിയിൽ ആകപ്പാടെ ചലിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ആകപ്പാടെ ലാഭമുള്ള ഒരേ ഒരു സംഭവം ഈ നാക്കാണ്. വീട്ടിൽ കറണ്ട് പോയപ്പം അമ്മിയിൽ ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞിട്ട് ആ ചമ്മന്തി വഹിച്ചെടുക്കാൻ വേണ്ടി അമ്മ വന്ന് കുഴവി പൊക്കി തരണം. ഞാനാണ് ഡിമ്പലെടുത്ത് ഗോളടിക്കണവന്മാരെ തോണ്ടാൻ പോയത്. അപ്പം തിരിച്ച് കിട്ടിയതിൽ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടാ? പക്ഷേ അതുകൊണ്ടൊരു ഗുണമുള്ളത് അതിൽ നിന്ന് കുറച്ച് നല്ല കൂട്ടുകാരെനിക്ക് കിട്ടിയേട്ടാ. ബോഡി ഷേമിങ്ങിൻ്റെ ഏറ്റവും മാരക വേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡാണ്. കേന്ദ്ര സർക്കാരുടെ പുതിയ നിയമപ്രകാരം ബോഡി ഷേമിങ് കുറ്റകരമാണ്. എന്നിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ വലുപ്പത്തിൽ ആടിനെ ചിമ്പൻസി ആക്കുന്ന ഒരു കാർഡ്. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് രൂപമെന്ന് ഇപ്പോഴും ഐശ്വര്യ റായിയെ മാത്രം വിചാരിക്കുന്ന എൻ്റെ സമൂഹമേ, നിങ്ങൾക്ക് സംശയം തീർക്കണമെങ്കിൽ ഇടയ്ക്ക് ഐശ്വര്യ റായിയുടെ ആധാർ കാർഡ് വാങ്ങി ഒന്ന് നോക്കും. അപ്പോൾ ഓടി വന്ന് എൻ്റെ ആധാർ കാർഡ് വാങ്ങി നോക്കിയിട്ട് ഇത് കൊള്ളാലോ എന്ന് നിങ്ങൾ പറയും. ചെറുപ്പത്തിൽ ഞാനൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആഹാ പപ്പടം കുത്തിക്ക് റിബഡ് ചുറ്റിയ പോലെ ഉണ്ടല്ലോ എന്ന് പറയണതാര്? ആ കരിഞ്ഞ മാഗീരെ മുടിയുള്ള ചൊക്രക്കണി. അവൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏക വീടിൻ്റെ അപ്പുറത്തെ മധുവാമനെയാണ് നോക്കണം നമുക്ക് തോന്നും. അവൾ എന്നെ ബോഡി ഷേമിങ് ചെയ്യാൻ കൊള്ളാമെന്ന് വെച്ച്. ഇനി വലുതായി ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡി ഷേമിങ് മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വരും നമ്മുടെ പഴയ അയൽക്കൂട്ടം പേച്ച്. സുശീലാമി, സരളാമി, രാധാമി, ഗീതാമിയൊക്കെ വന്നിട്ട് പുതുപ്പെണ്ണിന് ഒരു അടിമുടി ഒരു നോട്ടമുണ്ട്. എന്ത് മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ വിക്കുണ്ടോ ചട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് പോവാൻ നേരത്തെ ഒരു കമൻറ്റ്, എന്തൊരു മെലിഞ്ഞിട്ടാണ് പെണ്ണും, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി തടിച്ചോളൂ എന്ന്. ശരിയല്ല, ഇനി തടിച്ചതാണെങ്കിൽ ഇപ്പോഴേ എന്തൊരു തടി, ഇനി ഒന്ന് പെറ്റുകൂടെ കഴിയുമ്പോൾ ഓമനക്കുട്ടൻ്റെ അമ്മയാണെന്ന് പറയിപ്പിക്കുന്നു. ഇനി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേദനയൊക്കെ സഹിച്ച് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത് നമ്മൾ കിടക്കുമ്പോൾ അവിടെയും വരും, പെറ്റിട്ട് വയറ് കുറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ ഇത്രയും നാൾ വയറ്റിൽ തലേണ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റ് കഴിഞ്ഞാൽ അതെട്ടങ്ങ് മാറ്റിയിട്ട് വയറൊക്കെ കുറഞ്ഞ് എണീറ്റങ്ങ് നിൽക്കാൻ. ഇനി കൊച്ചിനെ നോക്കിയിട്ട് പറയും അച്ഛൻ്റെ അമ്മേരെ നിറയില്ല, പിന്നെ വരുമായിരിക്കുന്നു. വരും, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ. ഇനി ആ കൊച്ചിനെടുത്ത് തിരിച്ച് മലത്തിയും കമത്തിയൊക്കെ നോക്കിയിട്ട് അവർ കണ്ടുപിടിക്കണ ആകെ ഒരു കുറ്റം ഇപ്പം ജനിച്ച ആ കൊച്ചിന് പല്ലില്ല എന്നുള്ളത് മാത്രമായിരിക്കും. വേദ പിടിക്കണതിൻ്റെ ഇടയിലും വരും, ആ വയറൊന്ന് ഇറുക്കി കെട്ടി ഇല്ലെങ്കിൽ വയറ് ചാടുമെന്ന് പറയണതാര്? 2 സാരി ഒരുമിച്ച് കൊടുത്താൽ പോലും അവരുടെ വയറ് വെളിയിലാണ് കിടക്കുന്നത്. ഇത് ഞാൻ തിരിച്ചു പറഞ്ഞു പോയാൽ ഞാൻ ബോഡി ഷേമിങ് നടത്തിയവളാവും. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അതിൻ്റെ അതേ തോതിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ബോഡി ഷേമിങ്ങിൻ്റെ വളഞ്ഞിട്ട് മൂക്കി പിടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരുടെ പ്രധാന ഇര എന്ന് പറയുന്നത് ഒന്ന് ഭർത്താവ് മരിച്ച സ്ത്രീ, രണ്ടാമത് പ്രസവിക്കാത്ത സ്ത്രീ ആയിരിക്കും. ഈ സതി നിർത്തലാക്കിയതൊന്നും ഇതുങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നണത്. ഇല്ലെങ്കിൽ ആ പാവത്തിനെ പിടിച്ച് നേരെ അവർ വീണ്ടും തീയിലിട്ടനെ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സാരി ഉടുക്കുന്നതിലോ പൂ വയ്ക്കുന്നതിലോ പൊട്ട് തൊടുന്നതിലൊന്നും അല്ല. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഉറക്കെ ചിരിക്കാൻ പാടില്ല, അവർ സന്തോഷിക്കാൻ പാടില്ല. അവർ ചിരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണതാര്?
ചൂര വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ചാള വാങ്ങിക്കൊണ്ട് വന്നിട്ട് മുറ്റത്ത് പ്ലാവിൻ്റെ മൂട്ടിയിരുന്ന കെട്ടിയവനെ പ്രാഗി ചക്ക തലയിലിട്ട് കൊന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ റൗക്കേര ഫ്രണ്ടിലെ തുമ്പി പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു തോർത്ത് തോളി കൂടെ ഇട്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ കൊള്ളായിരുന്നു. പിന്നെ അവൾ പ്രസവിക്കാത്തത്, പ്രസവിച്ച് കഴിഞ്ഞാൽ അവൾ തടിച്ചിട്ട് പോകുമെന്ന് പേടിച്ചിട്ടാണെന്ന് പറയണതാര്? 24 മണിക്കൂറും വായിൽ എന്തെങ്കിലും ഇട്ട് ചവച്ചുകൊണ്ട്, ചവയ്ക്ക് അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ റബ്ബർ ബാൻഡെങ്കിലും എടുത്തിട്ട് ചവച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഈ പറഞ്ഞത്. ഇവർക്കറിയോ ആ പെണ്ണിൻ്റെ മാനസിക പിരിമുറുക്കം? ചെയ്യാൻ പാടില്ല. ബോഡി ഷേമിങ് വളരെ അത്യാവശ്യം വരുന്ന ഒരു മേഖലയുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ മാല ഒരാൾ പൊട്ടിച്ചോടിയെന്ന് വെച്ചോ, പോലീസ് ചോദിക്കും അവൻ കാണാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പറയും കറുത്ത് തടിച്ചിട്ട് കണ്ണിൻ്റെ ഇവിടെ ഒരു മറുകുള്ള പുഴുപ്പലുള്ള, ഇത്രയും നോക്കാം അവർക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പേരും കൂടെ ചോദിക്കായിരുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ നമുക്ക് കള്ളനെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ 90s കിഡ്സ് ഈ ബോഡി ഷേമിങ്ങിലൊന്നും തോറ്റു പോണവരല്ല. നമ്മൾ തീയിൽ കുരുത്തവരാണ്, ചക്കക്കുരു ചുട്ടതുപോലെ. കൊച്ചിലെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇത് മതിയമ്മ എന്ന് പറഞ്ഞ് ബാക്കി കളയാൻ പോകുമ്പം ഹപ്പ ഓമനമും അങ്ങ് തുടങ്ങും. സൊമാലിയയിലെ പിള്ളേർ പട്ടിണി കിടന്ന കാര്യവും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഈ കളയണ ചോറ് കിട്ടിയിരുന്നെങ്കിൽ അതുങ്ങൾ ജീവിച്ചു പോയേനെ എന്നുള്ളൊരു ആത്മഗതമൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാനാവാതെ അത്രയും വാരി തിന്നിട്ട് സൊമാലിയ വരെ പോയി അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മൾ. പണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വിലയില്ലാത്തതുകൊണ്ട് അമ്മ വാരിക്കോയി ഒഴിച്ചു ചേർന്ന വെളിച്ചെണ്ണയും തേച്ച് ഇവിടെ കൂടെയൊക്കെ ഒലിപ്പിച്ച് 2 സൈഡ് മുടിയും കെട്ടി ചപ്പിച്ച് സ്കൂളിൽ പോയിരുന്നൊരു കാലം. വേനലവധി വന്നാൽ നമ്മളടുത്ത് പോലും സമ്മതം ചോദിക്കാതെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞു നമ്മളെ കരച്ചിലോടെ വിളിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുപോയി മുട്ട അടിച്ചുകൊണ്ട് വന്നിരുന്ന കാലം. കുടുംബത്തിന് വേണ്ടി നമ്മൾ അതും സഹിക്കും. കുഞ്ഞിലെ നമുക്കൊക്കെ കിട്ടിയിരുന്ന ഈ ഇരട്ടപ്പേര് ബോഡി ഷെയ്മിങ്ങിന് ആസ്പദമാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ. എനിക്ക് തന്നെ എന്തോരം പേരുകളാണ്. പപ്പടം കുത്തി, ഈർക്കിലി, ഡാഗീനി, ഇതൊന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തിരിച്ച് പറയാൻ നിൽക്കരുത്. തിരിച്ച് പറയുമ്പം അവരെ കുടുംബത്തോടെ ചേർത്ത് പറയണം. ഉദാഹരണം വാഴക്കൂട്ടം, തടിമില്ല്, കോഴിക്കട, റേഷൻ കട, തീപ്പെട്ടി കമ്പനി, ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ ഇരട്ടപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും ആ പേരൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു നൊസ്റ്റു ഫീലിംഗാണ്. നമ്മൾ നേരെ ചെന്ന് ആ പ്രായത്തിലേക്ക് നിൽക്കുന്ന പോലെ തോന്നും അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ മൂക്കിൻ തുമ്പുവരെയാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ബോഡി ഷേമിങ്. പോയാൽ നമുക്കൊരു വാക്ക്, പക്ഷെ അത് കേൾക്കുന്നവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ക്ഷമ ചോദിക്കുന്നു. ഒന്നും മടിക്കണ്ട, ഒരു സോറി പറഞ്ഞു.